നവാസ് നടൻ മാത്രമല്ല നല്ലൊരു പാട്ടുകാരനും കൂടിയാണ്. ഭരതൻ, KPSC ലളിത തുടങ്ങിയ വടക്കാഞ്ചേരിക്ക് അഭിമാനിക്കാവുന്ന കലാകാരന്മാരുടെ ശ്രേണിയിൽ ഉയർന്നു നിൽക്കുന്ന താരം കൂടിയാണ് അദ്ദേഹം. കലാലോകത്തിന് തന്നെ തീരാ നഷ്ടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് വടക്കാഞ്ചേരി പ്രമുഖ കോൺഗ്രസ് നേതാവ് അജിത് കുമാർ. വടക്കാഞ്ചേരിയുടെ പ്രിയങ്കരനായ കലാകാരൻ കലാഭവൻ നവാസ് കേരളത്തിലെ ജനങ്ങളെ പൊട്ടിച്ചിരിപ്പിച്ചുകൊണ്ട് നിരവധി സ്റ്റേജ് പ്രോഗ്രാമും അതുപോലെ തന്നെ TV ഷോ, സിനിമകൾ തുടങ്ങി നമ്മളെയൊക്കെ പൊട്ടിച്ചിരിപ്പിച്ചുകൊണ്ട് നമ്മളെയൊക്കെ ആകർഷിച്ച ഒരു കലാകാരനാണ്. ഞാൻ നമ്മുടെ വടക്കാഞ്ചേരിക്കാരനായ സിനിമ നാടക നടൻ അബൂബക്കറിൻ്റെ മകൻ. കോളേജ് പഠിക്കുന്ന കാലം തൊട്ട് തന്നെ നവാസും അദ്ദേഹത്തിൻ്റെ അനിയനൊക്കെ ആയിട്ട് പരിചയമുണ്ട്. പല പ്രോഗ്രാമിനും അവരെ കോളേജിലേക്കും അതുപോലെ മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ ആ കാലത്ത് വിളിച്ചിട്ടുണ്ട്. കലാഭവനിൽ ചേർന്നതിന് ശേഷമാണ് അദ്ദേഹത്തിന് കുറച്ചും കൂടി ആളുകൾ അറിയപ്പെടാനും അദ്ദേഹത്തിന് കൂടുതൽ അവസരങ്ങൾ കിട്ടാനും ഒക്കെ കഴിഞ്ഞത്. തീർച്ചയായിട്ടും അദ്ദേഹം നല്ലൊരു ഗായകനായിരുന്നു. നടൻ മാത്രമല്ല, നന്നായി പാടുന്ന ഒരാളായിരുന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വടക്കാഞ്ചേരിയിൽ ആക്സിൻ്റെ ഒരു പരിപാടിയിൽ അദ്ദേഹത്തെ ആദരിക്കുന്ന ചടങ്ങുണ്ടായിരുന്നു. അദ്ദേഹം വന്നപ്പോൾ ദീർഘനേരം സംസാരിക്കുകയുണ്ടായി. വടക്കാഞ്ചേരിയിൽ സെറ്റിൽ ചെയ്യുന്നുണ്ടോ എന്നൊന്ന് ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. എന്തായാലും ഒരു വടക്കാഞ്ചേരിക്ക് അഭിമാനിക്കാവുന്ന കലാകാരന്മാരുടെ ശ്രേണിയിൽ ഭരതൻ, അതുപോലെ തന്നെ KPSC ലളിത, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, കലാമണ്ഡലം ഹൈദരാലി തുടങ്ങിയ ആ ശ്രേണിയിൽ അതേ ശ്രേണിയിൽ ഉയർന്നു നിൽക്കുന്ന ഒരു താരമാണ് വളരെ അദ്ദേഹത്തിൻ്റെ ചെറിയ പ്രായത്തിൽ പൊലിഞ്ഞു പോയത്. അത് കേരളത്തിൻ്റെ കലാലോകത്തിന് വലിയ നഷ്ടമാണ്. വടക്കാഞ്ചേരിക്കാർക്ക് അതിലേറെ വലിയ നഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ള വിയോഗത്തിൽ അദ്ദേഹത്തെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന കലാസമൂഹത്തോടൊപ്പം വടക്കാഞ്ചേരിക്കാരോടൊപ്പം ഞാനും ആ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നു.